മസ്തിഷ്കത്തിന്റെ ദാറ്റ് ഈസ് ബ്രെയിനിന്റെ 3 പ്രധാന ഭാഗങ്ങളാകുന്നു സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗമാകുന്നു സെറിബ്രം. സെറിബ്രമാണ് ഏറ്റവും വലിയ മസ്തിഷ്ക ഭാഗം. സുബോധം, ഓർമ്മ, ബുദ്ധിശക്തി, ഭാവന, ചിന്ത, വിവേചനം, ഗന്ധം, രുചി, സ്പർശം, ചൂട് തുടങ്ങിയ എല്ലാ മാനസിക വ്യാപാരങ്ങളുടെയും തുടങ്ങിയ എല്ലാ വോളണ്ടറി ആക്ഷൻസിന്റെയും കേന്ദ്ര സ്ഥാനമാകുന്നു സെറിബ്രം. വോളണ്ടറി ആക്ഷൻസിന് മലയാളത്തിൽ ഐച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയും. എല്ലാ ഐച്ഛിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്ര സ്ഥാനമാകുന്നു സെറിബ്രം. സെറിബ്രത്തിന്റെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമാകുന്നു കോർപ്പസ് കലോസം. കോർപ്പസ് കലോസമാണ് സെറിബ്രത്തിന്റെ ഇടതു വലതു അർദ്ധഗോളങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സെറിബെല്ലം എന്താണെന്ന് നോക്കാം. സെറിബെല്ലം എന്ന് പറയുമ്പോൾ പേശി പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിലൂടെ ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു സെറിബെല്ലം. എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ തുലന നില പാലിക്കാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു സെറിബെല്ലം. സെറിബെല്ലത്തെ ലിറ്റിൽ ബ്രെയിൻ എന്നറിയപ്പെടുന്നു. സെറിബെല്ലമാണ് ശരീരത്തിന്റെ തുലന നില പാലിക്കുവാൻ സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗം. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത് ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി എന്ന് പറയുമ്പോൾ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. ഇൻവോളണ്ടറി ആക്ഷൻസ് ആകുന്നു ഹൃദയസ്പന്ദനം, ശ്വസനം, രക്തക്കുഴലുകളുടെ സങ്കോചം, ഛർദി, ചുമ, തുമ്മൽ തുടങ്ങിയ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആകുന്നു. സുഷുമ്നയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. സുഷുമ്ന സ്ഥിതി ചെയ്യുന്നത് നട്ടെല്ലിനുള്ളിലാണ്. റിഫ്ലക്സ് ആക്ഷൻസ് നിയന്ത്രിക്കുന്നതും സുഷുമ്നയാണ്. സുഷുമ്നയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മസ്തിഷ്ക ഭാഗമാകുന്നു മെഡുല്ല ഒബ്ലോങ്കേറ്റ. സുഷുമ്നയുടെ ഏകദേശം നീളം എന്ന് പറയുന്നത് 43 മുതൽ 45 സെന്റിമീറ്റർ വരെയാകുന്നു. തലാമസ് കാണപ്പെടുന്നത് സെറിബ്രത്തിന് തൊട്ടു താഴെയായിട്ടാണ്. സെറിബ്രത്തിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു തലാമസ്. തലാമസ് എന്ന് പറയുമ്പോൾ സെറിബ്രത്തിൽ നിന്നുമുള്ള ഇമ്പൾസിനെ പുനഃപ്രസരണം നടത്തുകയും ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു തലാമസ്. സെറിബ്രത്തിൽ നിന്നുമുള്ള ഇമ്പൾസിനെ പുനഃപ്രസരണം ചെയ്യുന്ന തലച്ചോറിന്റെ ഭാഗമാകുന്നു തലാമസ്. വേദന സംഹാരികൾ പ്രവർത്തിക്കുന്നത് തലാമസിലാണ്. ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസിനെ തടയുന്നത് തലാമസാകുന്നു. ഉറങ്ങുന്ന സമയത്ത് സെറിബ്രത്തിലേക്കുള്ള ഇമ്പൾസിനെ തടയുന്നത് തലാമസാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതാണ് തലാമസ്. ഈ തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന ഭാഗമാകുന്നു ഹൈപ്പോതലാമസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സെറിബ്രത്തിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു തലാമസ് എന്നുള്ള കാര്യം. ഈ തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്ന നാഡീ കേന്ദ്രമാകുന്നു ഹൈപ്പോതലാമസ്. പീയൂഷ ഗ്രന്ഥിയുമായി നാഡികളാലും രക്തക്കുഴലുകളാലും ബന്ധിപ്പിച്ചിരിക്കുന്നതും തലാമസിന് തൊട്ട് താഴെയായി കാണപ്പെടുന്നതുമായ നാഡീ കേന്ദ്രമാകുന്നു ഹൈപ്പോതലാമസ്. വിശപ്പ്, ദാഹം, ശരീരോഷ്മാവ് നിയന്ത്രണം എന്നിവ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം കൂടിയാകുന്നു ഹൈപ്പോതലാമസ്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആകുന്നു വാസോപ്രസിൻ ആൻഡ് ഓക്സിറ്റോസിൻ. ശരീരത്തിലെ ജലത്തിന്റെ അളവ് നിയന്ത്രിക്കുന്നതിന് വൃക്കകളെ സഹായിക്കുന്ന ഹോർമോണാകുന്നു വാസോപ്രസിൻ. അതിനെ ADH എന്ന് പറയും. ശരീരത്തിലെ ജലത്തിന്റെ അളവ് കൺട്രോൾ ചെയ്യുന്നതിന് കിഡ്നിയെ സഹായിക്കുന്ന ഹോർമോണാകുന്നു വാസോപ്രസിൻ. മനുഷ്യന്റെ ബ്രെയിനിന്റെ ശരാശരി ഭാരം എന്ന് പറയുന്നത് 1.5 കിലോ ആകുന്നു. 1500 ഗ്രാമാണ് മനുഷ്യന്റെ തലച്ചോറിന്റെ ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത്. ഏറ്റവും നീളം കൂടിയ നാഡിയുടെ പേരാകുന്നു സയാറ്റിക് നാഡി. ഏറ്റവും നീളം കൂടിയ നെർവിന്റെ പേരാകുന്നു സയാറ്റിക് നെർവ്. ഹലോ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആയിട്ടുള്ള ഇലക്ട്രോ കെമിസ്ട്രിയിൽ വരുന്ന കുറച്ച് ബേസിക് കോൺസെപ്റ്റ്സ് ആകുന്നു. അവയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളതാകുന്നു റിയാക്റ്റീവ് സീരീസ്. റിയാക്റ്റീവ് സീരീസ് എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ അവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റി അനുസരിച്ച് ഓർഡർ ചെയ്യുന്നതാകുന്നു റിയാക്റ്റീവ് സീരീസ്. കെമിക്കൽ റിയാക്ടിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്ടറോ അല്ലെങ്കിൽ ആസിഡോ ഓക്സിജനോ ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ടറിന്റെയോ ആസിഡിന്റെയോ ഓക്സിജന്റെയോ പ്രസൻസിൽ മെറ്റൽസിനെ അവയുടെ കെമിക്കൽ റിയാക്ടിവിറ്റിക്ക് അനുസരിച്ച് ഓർഡർ ചെയ്യുന്നതാകുന്നു റിയാക്റ്റീവ് സീരീസ്. റിയാക്റ്റീവ് സീരീസിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന മെറ്റൽ ആകുന്നു പൊട്ടാസ്യം. പൊട്ടാസ്യത്തിന് ശേഷം സോഡിയം, ദെൻ കാൽസ്യം, മഗ്നീഷ്യം, അലൂമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിൻ, ലെഡ്, ഹൈഡ്രജൻ, കോപ്പർ, സിൽവർ ആൻഡ് ഗോൾഡ്. റിയാക്ടിവിറ്റി ഏറ്റവും കുറഞ്ഞ മെറ്റലാകുന്നു ഗോൾഡ്. റിയാക്ടിവിറ്റി ഏറ്റവും കൂടിയ മെറ്റലാകുന്നു പൊട്ടാസ്യം. നമുക്ക് ആദ്യം ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു മെറ്റൽ സൊല്യൂഷനിലേക്ക് നമ്മളൊരു മെറ്റലിനെ ഇടുന്നു. മെറ്റലിനെ ഇടുമ്പോൾ ആ സൊല്യൂഷനിലേക്ക് മെറ്റൽ കയറി ഡിസ്പ്ലേസ്ഡ് ആകുന്ന ഒരു റിയാക്ഷൻ ആകുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഉദാഹരണം പറഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ എടുക്കുന്നു. കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ സിങ്ക് എന്ന മെറ്റൽ ഇടുന്നു. അങ്ങനെ ഇടുമ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ സൊല്യൂഷനിൽ വരുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റിയേക്കാൾ കുറവായിരിക്കണം. അതായത് നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി കൂടുതലായിരിക്കണം. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മളിടുന്ന സൊല്യൂഷനിലെ മെറ്റലിന്റെ റിയാക്ടിവിറ്റിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആകുന്നു സിങ്കും കോപ്പർ സൾഫേറ്റും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാകുന്നു സിങ്ക് സൾഫേറ്റും കോപ്പറും. ഇവിടെ സിങ്ക് സൾഫേറ്റ് കിട്ടാനുള്ള കാരണം കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി സിങ്കിന് കൂടുതലായതുകൊണ്ടാണ്. അതുപോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആകുന്നു മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ ഡിപ്പ് ചെയ്യുന്നു. മഗ്നീഷ്യം സിൽവർ നൈട്രേറ്റിലേക്ക് ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് മഗ്നീഷ്യം നൈട്രേറ്റും സിൽവറും. ഇങ്ങനെ ഒരു റിയാക്ഷൻ, ഇത്തരത്തിലുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂഷനിലേക്ക് ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി സൊല്യൂഷനിലുള്ള മെറ്റലിന്റെ റിയാക്ടിവിറ്റിയേക്കാൾ കൂടുതലായിരിക്കണം. ഓക്കെ. എന്നാൽ കോപ്പറും മഗ്നീഷ്യം സൾഫേറ്റും കൂടി മിക്സ് ആകുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കില്ല. കാരണം കോപ്പറിന്റെ റിയാക്ടിവിറ്റി മഗ്നീഷ്യത്തേക്കാൾ കുറവായതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇടുന്ന മെറ്റലിന്റെ റിയാക്ടിവിറ്റി സൊല്യൂഷനിലെ മെറ്റലിനേക്കാൾ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കുള്ളൂ. ഓക്കെ.
നമുക്കിനി ഓക്സിഡേഷൻ റിഡക്ഷൻ ഇവ എന്താണെന്ന് നോക്കാം. ഓക്സിഡേഷൻ റിഡക്ഷൻ, അതുപോലെ ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്, ഇങ്ങനെയുള്ള 4 ടേംസ് ഉണ്ട്. നമുക്കത് എന്താണെന്ന് പഠിക്കാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് സിങ്ക് എന്ന് പറയുന്ന മെറ്റൽ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ഇടുമ്പോൾ അവിടെ സിങ്ക് സൾഫേറ്റും കോപ്പറുമാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇനി നമുക്ക് ഇവിടുത്തെ റിയാക്ഷൻസ് എടുക്കുകയാണെങ്കിൽ സിങ്ക് അതുപോലെ കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് കോപ്പർ 2+ SO4 മാറുന്നു. ഗീവ്സ് അതുപോലെ ZnSO4 എന്ന് പറഞ്ഞാൽ സിങ്ക് സൾഫേറ്റ് Zn2+ SO4 മാറുന്നു, പ്ലസ് കോപ്പർ ഉണ്ടാകുന്നു. ഓക്കെ, ഇവിടെ SO4 ക്യാൻസൽ ആയിട്ട് പിന്നെ നമുക്ക് കിട്ടുന്നതാണ് Zn + കോപ്പർ 2+ ഗീവ്സ് Zn2+ കോപ്പർ. ഇവിടെ എന്താ സംഭവിച്ചത്? സിങ്ക് എന്ന് പറയുന്നത് അപ്പർ സൈഡിലേക്ക് വന്നപ്പോൾ സിങ്ക് 2+ അയോൺ ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ സിങ്കിൽ നിന്നും 2 അയോൺസ് പുറത്തേക്ക് വന്നു അല്ലേ. അപ്പോൾ ഇവിടെ നടന്നത് ഓക്സിഡേഷൻ ആണ്. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതാകുന്നു ഓക്സിഡേഷൻ. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നതിനെയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കൂ, കോപ്പറിന്റെ കേസ് എടുക്കുമ്പോൾ കോപ്പർ 2+ എന്ന് പറയുന്നത് കോപ്പർ ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ കോപ്പർ 2+ + 2 ഇലക്ട്രോൺ ഗീവ്സ് കോപ്പർ ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ നടന്നത് റിഡക്ഷൻ ആകുന്നു. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രവർത്തനത്തിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. ഇനി ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആൾ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് പറയുന്ന പേരാകുന്നു ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്സിഡേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് പറയുന്ന പേരാകുന്നു ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ ഓക്സിഡേഷൻ നടന്നത് സിങ്കിലാണ്. സിങ്ക് എന്ന് പറയുന്നത് സിങ്ക് 2+ ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെ ഒരു പ്രോസസ്സ് നടക്കാനായിട്ട് സഹായിച്ച ആളെന്ന് പറഞ്ഞാൽ കോപ്പറാണ്. അപ്പോൾ കോപ്പറാണ് ഇവിടുത്തെ ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി റിഡക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കാൻ വേണ്ടി സഹായിച്ച ആൾക്ക് എന്ന് പറയുന്ന പേരാകുന്നു റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സ് ആകുന്നു. അപ്പോൾ കോപ്പർ 2+ ഇലക്ട്രോൺസ് കോപ്പർ 2+ 2 ഇലക്ട്രോൺസിനെ സ്വീകരിച്ച് കോപ്പറായിട്ട് മാറി. അപ്പോൾ ഇത്തരത്തിൽ റിഡക്ഷൻ നടക്കാനായിട്ട് സഹായിച്ച ആളെന്ന് പറഞ്ഞാൽ സിങ്കാണ്. അപ്പോൾ സിങ്കാണ് ഇവിടുത്തെ റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എപ്പോഴും മെറ്റൽസ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റൽസിന്റെ അയോണാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. ഓക്കെ, മെറ്റൽസ് എപ്പോഴും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. മെറ്റൽസിന്റെ അയോണാണ് ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്നത്. ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന് പറയുന്ന പേരാകുന്നു ഓക്സിഡേഷൻ. ഓക്സിഡേഷന് കാരണക്കാരാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഇലക്ട്രോൺസിനെ സ്വീകരിക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാകുന്നു റിഡക്ഷൻ. റിഡക്ഷന് കാരണമാകുന്ന ആൾക്കാണ് റെഡ്യൂസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓക്സിഡേഷൻ നടത്തുന്ന മെറ്റൽ ഏതാണോ അത് തന്നെയാണ് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ നടക്കുന്ന മെറ്റൽ അയോൺ ഏതാണോ അത് തന്നെയാണ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത്. ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേൾഡ് മാപ്പിൽ വരുന്ന നോർത്തേൺ ഹെമിസ്ഫിയർ, സദേൺ ഹെമിസ്ഫിയർ, വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ഇത് എന്താണ് എന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ വേൾഡ് മാപ്പിൽ അടയാളപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇവ എന്താണെന്ന് നോക്കാം. നോർത്ത് എന്ന് പറയുന്നത് ഇതാ ഈ കാണുന്ന പിക്ചറിൽ നമുക്ക് അറിയാൻ പറ്റും. നോർത്ത് എന്ന് പറയുന്നത് മുകളിൽ കാണുന്നതാണ്, സൗത്ത് താഴെ വരുന്നതാണ്, വെസ്റ്റ് ഇടതുഭാഗത്ത് വരുന്നതാണ്, ഈസ്റ്റ് വലതുഭാഗത്താണ് വരുന്നത്. നോർത്തിൻ്റെ മലയാളം അർത്ഥമാകുന്നു വടക്ക്, നോർത്തിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു ഉത്തര ദിക്ക്. ഓക്കെ, നോർത്തിൻ്റെ മലയാളം വാക്കാകുന്നു വടക്ക് ദിശ, നോർത്തിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു ഉത്തര ദിക്ക് എന്ന് പറയുന്നത്. അതുപോലെ സൗത്തിൻ്റെ മലയാളം എന്ന് പറയുന്നത് നമുക്കറിയാം തെക്കെന്നാണ്, അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളമാകുന്നു ദക്ഷിണം. ഓക്കെ, അല്ലെങ്കിൽ ദക്ഷിണ ദിശ, ദക്ഷിണ ദിക്ക് എന്നൊക്കെ പറയും. വെസ്റ്റിൻ്റെ മലയാളം വാക്കാകുന്നു പടിഞ്ഞാറ്, അതിൻ്റെ ക്ലാസിക്കലായിട്ടുള്ള മലയാളം വാക്കാകുന്നു പശ്ചിമം. ഈസ്റ്റിൻ്റെ മലയാളം വാക്കാകുന്നു കിഴക്ക്, അതിൻ്റെ ക്ലാസിക്കൽ മലയാളമാകുന്നു പൂർവ്വം. ഓക്കെ, അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഉത്തരാർദ്ധ ഗോളം എന്ന് പറയും, സദേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ദക്ഷിണാർദ്ധ ഗോളം എന്ന് പറയും, വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പശ്ചിമാർദ്ധ ഗോളം, ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ പൂർവാർദ്ധ ഗോളം. ഇങ്ങനെയാണ് ഇതിൻ്റെ മലയാളം മീനിങ് വരുന്നത്. ഓക്കെ, നമ്മൾ ഇത്തരത്തിലുള്ള ക്ലാസിക്കൽ മലയാളം മീനിങ് ആണ് ഇവിടെ എടുക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഈ വേൾഡ് മാപ്പിൽ ഉത്തരാർദ്ധ ഗോളവും ദക്ഷിണാർദ്ധ ഗോളവും വരുന്നത് എന്ന് നോക്കാം. ഇതാ നോക്കൂ, ഇതാണ് നമ്മുടെ വേൾഡിൻ്റെ മാപ്പ്. ഈ വേൾഡിൻ്റെ മാപ്പിലൂടെ 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡായിട്ട് പോകുന്ന, അതായത് ഈ കാണുന്ന ഹൊറിസോണ്ടൽ ലൈനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വേറ്ററിനെ വെച്ച് നമ്മളിങ്ങനെ ഈ വേൾഡ് മാപ്പിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലും താഴെയുമായിട്ട് 2 ഭാഗങ്ങൾ കിട്ടും. ആ മുകളിൽ കാണുന്ന ഭാഗമാണ് ഉത്തരാർദ്ധ ഗോളം, താഴെ കാണുന്ന ഭാഗമാകുന്നു ദക്ഷിണാർദ്ധ ഗോളം. ഓക്കെ, ഇനി നമ്മൾ ഈ കാണുന്ന വേൾഡ് മാപ്പിനെ ഈ കാണുന്നത് പോലെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡൽ ലൈനിലൂടെ കട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. ഈ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിനെ പ്രൈം മെറിഡിയൻ എന്നാണ് പറയുന്നത്. ആ വെർട്ടിക്കലായിട്ട് അതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും 2 പോർഷൻസ് കിട്ടും. ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ നമ്മൾ പറയുന്നത് പശ്ചിമാർദ്ധ ഗോളം എന്നാണ്. ലെഫ്റ്റ് സൈഡിലുള്ള പോർഷൻ പറയുന്നത് പശ്ചിമാർദ്ധ ഗോളം അല്ലെങ്കിൽ വെസ്റ്റേൺ ഹെമിസ്ഫിയർ എന്ന് പറയും. റൈറ്റ് സൈഡിലുള്ള പോർഷൻ പറയുന്ന പേരാകുന്നു പൂർവാർദ്ധ ഗോളം അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹെമിസ്ഫിയർ എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നമ്മുടെ വേൾഡ് മാപ്പിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്ന് നമുക്ക് ഈ പറയുന്ന നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത് ഇതൊക്കെ വെച്ച് നമുക്കത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലാണ് വരുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് വരുന്നത്, അതുപോലെ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിൻ്റെ ഭാഗവുമാണ്. അപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ് ഇന്ത്യ വരുന്നത്. ദെൻ ഈ കാണുന്ന 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്നും 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി അക്ഷാംശ രേഖയിൽ നിന്നും നമുക്ക് മുകളിലേക്കും താഴത്തേക്കുമായിട്ട് ഇതിൻ്റെ നോർത്ത് സൗത്തിൽ വരുന്ന നമ്പേഴ്സ് നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. 0 ഡിഗ്രി ലാറ്റിറ്റ്യൂഡിൽ നിന്നും മുകളിലേക്ക് നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ 1 ഡിഗ്രി നോർത്ത്, 2 ഡിഗ്രി നോർത്ത്, 3 ഡിഗ്രി നോർത്ത്, 4 ഡിഗ്രി നോർത്ത്, അപ് ടു 90 ഡിഗ്രി നോർത്ത് വരെ നമുക്ക് അവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. ദെൻ താഴത്തേക്ക് വരുമ്പോൾ 1 ഡിഗ്രി സൗത്ത്, 2 ഡിഗ്രി സൗത്ത്, 3 ഡിഗ്രി സൗത്ത് ഇങ്ങനെ വന്ന് 90 ഡിഗ്രി സൗത്ത് വരെ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. അതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും നമുക്ക് ഈ പറയുന്നത് പോലെ നമ്പേഴ്സ് അടയാളപ്പെടുത്താവുന്നതാണ്.
ലെഫ്റ്റ് സൈഡിലേക്ക് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് വെർട്ടിക്കൽ ലൈൻസ് വേണം നമ്മളിങ്ങനെ വരച്ച് പോകാൻ. ലെഫ്റ്റ് സൈഡിലേക്ക് 0 ഡിഗ്രി പ്രൈം മെറിഡിയനിൽ നിന്നും ലെഫ്റ്റ് സൈഡിലേക്ക് വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് നമുക്ക് 1 ഡിഗ്രി വെസ്റ്റ്, 2 ഡിഗ്രി വെസ്റ്റ്, 3 ഡിഗ്രി വെസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്കത് 180 ഡിഗ്രി വെസ്റ്റ് വരെ നമുക്ക് അവിടെ അടയാളപ്പെടുത്താവുന്നതാണ്. ഇതുപോലെ തന്നെ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിൽ നിന്നും 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 0 ഡിഗ്രി രേഖാംശ രേഖയിൽ നിന്നും നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് നമുക്കിങ്ങനെ വരച്ച് പോകാം. വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കുമ്പോൾ റൈറ്റ് സൈഡിലേക്കല്ലേ, അപ്പോൾ 1 ഡിഗ്രി ഈസ്റ്റ്, 2 ഡിഗ്രി ഈസ്റ്റ്, 3 ഡിഗ്രി ഈസ്റ്റ് അപ് ടു 180 ഡിഗ്രി ഈസ്റ്റ് വരെ നമുക്കിവിടെ അടയാളപ്പെടുത്തി പോകാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ വേൾഡ് മാപ്പിൽ നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇന്ത്യയുടെ പൊസിഷൻ വരുന്നത് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് ടു 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്രം 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് ടു 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഇങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയുടെ പൊസിഷൻ വേൾഡ് മാപ്പിൽ വരുന്നത്. വളരെ പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡിൻ്റെ ലൈൻസ് ആകുന്നു ആർട്ടിക് സർക്കിൾ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, അതുപോലെ അന്റാർട്ടിക് സർക്കിൾ. 23.5 ഡിഗ്രി നോർത്തിനെയാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്നത്. വേൾഡ് മാപ്പിൽ കേരളത്തിന്റെ പൊസിഷൻ എന്നത് 8 ഡിഗ്രി 18 മിനിറ്റ് നോർത്ത് ടു 12 ഡിഗ്രി 48 മിനിറ്റ് നോർത്ത് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ഫ്രം 74 ഡിഗ്രി 52 മിനിറ്റ് ഈസ്റ്റ് ടു 77 ഡിഗ്രി 24 മിനിറ്റ് ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് നമ്പർ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. പെർഫെക്റ്റ് നമ്പറിനെ മലയാളത്തിൽ അനകസംഖ്യ എന്ന് പറയും. ഒരു നമ്പറിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയണമെങ്കിൽ അതിന് വേണ്ടത് 2 ക്വാളിറ്റീസ് ആണ്. ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നമ്പറിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ അതേ നമ്പർ തന്നെ കിട്ടുകയും വേണം. ഇങ്ങനെയുള്ള 2 ക്വാളിറ്റീസ് ഒരു നമ്പറിനുണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അത് മാത്രമല്ല ആ നമ്പറിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ അതേ നമ്പർ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. എന്താണ് 6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അത് മാത്രമല്ല 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുക. 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 6 ഈ 4 നമ്പേഴ്സ് 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് ആകുന്നു. അവിടെ സെയിം നമ്പർ തന്നെ ഉള്ളത് എടുക്കേണ്ട. 6ന്റെ ഡിവൈസിൽ വരുന്നതാണ് 6, അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1 + 2 + 3 അവിടെ എന്ത് വരും? 6 വരും. ഓക്കെ, ഇവിടെ ഡിവൈസേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഇറ്റ് സെൽഫ്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് നമുക്ക് 28 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? 28 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 28ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ 28നെ വരികയും ചെയ്യും. 28ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 7, 14 ആൻഡ് 28. ഇവിടെ നമുക്ക് 28നെ എക്സ്ക്ലൂഡ് ചെയ്യാം. സെയിം നമ്പർ ഡിവൈസറായിട്ട് വരുന്ന ആ നമ്പറിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കൂ. 4 + 2 6, 6 + 1 7, 7 + 7 14, 14 + 14 28. ഓക്കെ, അതുപോലെ 496, 8128 ഇതെല്ലാം പെർഫെക്റ്റ് നമ്പറിന് എക്സാമ്പിൾസ് ആകുന്നു. അപ്പോൾ പെർഫെക്റ്റ് നമ്പറിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 6, 28, 496, 8128. പെർഫെക്റ്റ് നമ്പറിന്റെ ഡെഫിനേഷൻ ആകുന്നു എ പെർഫെക്റ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് പ്രോപ്പർ ഡിവൈസേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, എ പെർഫെക്റ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് പ്രോപ്പർ ഡിവൈസേഴ്സ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡിവൈസേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദി നമ്പർ ഇറ്റ് സെൽഫ്. ഓക്കെ, താങ്ക് യു. ഹലോ ഡിയേഴ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർഫെക്റ്റ് നമ്പർ എന്താണ് എന്നതിനെക്കുറിച്ചാണ്. പെർഫെക്റ്റ് നമ്പറിനെ മലയാളത്തിൽ അനകസംഖ്യ എന്ന് പറയും. ഒരു നമ്പറിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയണമെങ്കിൽ അതിന് വേണ്ടത് 2 ക്വാളിറ്റീസ് ആണ്. ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നമ്പറിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ അതേ നമ്പർ തന്നെ കിട്ടുകയും വേണം. ഇങ്ങനെയുള്ള 2 ക്വാളിറ്റീസ് ഒരു നമ്പറിനുണ്ടെങ്കിൽ അതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് പറയാം. ഓക്കെ, അതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. അത് മാത്രമല്ല ആ നമ്പറിന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ അതേ നമ്പർ തന്നെ കിട്ടുകയും വേണം. അപ്പോൾ അതിന് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. 6 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. എന്താണ് 6 എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അത് മാത്രമല്ല 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുക. 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 6 ഈ 4 നമ്പേഴ്സ് 6ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് ആകുന്നു. അവിടെ സെയിം നമ്പർ തന്നെ ഉള്ളത് എടുക്കേണ്ട. 6ന്റെ ഡിവൈസിൽ വരുന്നതാണ് 6, അത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 1 + 2 + 3 അവിടെ എന്ത് വരും? 6 വരും. ഓക്കെ, ഇവിടെ ഡിവൈസേഴ്സ് എക്സ്ക്ലൂഡിംഗ് ദ നമ്പർ ഇറ്റ് സെൽഫ്, അത് എക്സ്ക്ലൂഡ് ചെയ്യണം. ഓക്കെ, അടുത്തത് നമുക്ക് 28 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് നമ്പറാണ്. അങ്ങനെ പറയാൻ കാരണം എന്താണ്? 28 ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ 28ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സിന്റെ സം എടുക്കുമ്പോൾ 28നെ വരികയും ചെയ്യും. 28ന്റെ പ്രോപ്പർ ഡിവൈസേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 4, 7, 14 ആൻഡ് 28. ഇവിടെ നമുക്ക് 28നെ എക്സ്ക്ലൂഡ് ചെയ്യാം. സെയിം നമ്പർ ഡിവൈസറായിട്ട് വരുന്ന ആ നമ്പറിനെ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കിയുള്ള നമ്പേഴ്സ് ആഡ് ചെയ്ത് നോക്കൂ. 4 + 2 6, 6 + 1 7, 7 + 7 14, 14 + 14 28. ഓക്കെ, അതുപോലെ 496, 8128 ഇതെല്ലാം പെർഫെക്റ്റ് നമ്പറിന് എക്സാമ്പിൾസ് ആകുന്നു. അപ്പോൾ പെർഫെക്റ്റ് നമ്പറിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? 6, 28, 496, 8128. പെർഫെക്റ്റ് നമ്പറിന്റെ ഡെഫിനേഷൻ ആകുന്നു എ പെർഫെക്റ്റ് നമ്പർ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ഇറ്റ്സ് പ്രോപ്പർ
divisors excluding the number itself. Okay, a perfect number is a positive integer that is equal to the sum of its proper divisors. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം divisors excluding the number itself. Okay, thank you. ഹായ് ഓൾ, PSC ആസ്പിറൻസ് മാത്സ് എന്ന സബ്ജക്റ്റിൽ നിന്നും കമ്പൽസറി ആയിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു യൂണിറ്റ് ആകുന്നു ശരാശരി, ദാറ്റ് ഈസ് ആവറേജ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സ് വരും, ആ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അത് പല മോഡൽ പല ടൈപ്പിൽ ആ ക്വസ്റ്റൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ഫോർമുല എന്ന് പറഞ്ഞാൽ ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നുള്ളതാകുന്നു. നമുക്ക് തന്നിട്ടുള്ള എങ്ങനത്തെ നമ്പർ ആയിക്കോട്ടെ, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റൻ ആയിക്കോട്ടെ, എല്ലാ ടൈപ്പ് ക്വസ്റ്റൻസിന്റെയും ആവറേജ് അല്ലെങ്കിൽ ശരാശരി കണ്ടുപിടിക്കാനായിട്ടുള്ള ഫോർമുല എന്ന് പറയുന്നത് സം ഓഫ് ടേംസ് ബൈ നമ്പർ ഓഫ് ടേംസ് എന്നുള്ളതാകുന്നു. തുക ബൈ എണ്ണം എന്നുള്ളതാണ് ജനറൽ ഫോർമുല. പക്ഷേ ഈ ഫോർമുല നമുക്ക് എല്ലാ കേസുകളും യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കുറേ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കതെല്ലാം കൂട്ടി അതിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പല സ്പെസിഫിക് ആയിട്ടുള്ള കേസസ് നമ്മൾ എടുക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, അതായത് കൃത്യമായ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വെച്ചാണ് നമ്പേഴ്സ് പോകുന്നത് എങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഫോർമുല എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. നമുക്ക് തന്നിട്ടുള്ള നമ്പർ പാറ്റേൺസിലെ കോമൺ ഡിഫറൻസ് സെയിം ആണ്, അത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ് പോകുന്നത് എങ്കിൽ നമുക്ക് ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ബൈ 2 എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിലും നമുക്ക് കുറെ സ്പെസിഫിക് കേസസ് വരുന്നുണ്ട്. അതിൽ 3 എണ്ണം നമുക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റൻ എങ്കിൽ, അതായത് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എണ്ണൽ സംഖ്യ, ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n + 1/2. രണ്ടാമത്തെ ഒരു ടൈപ്പാണ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n + 1. മൂന്നാമത്തെ ഒരു ടൈപ്പ് ആകുന്നു ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാകുന്നു n. അപ്പോൾ ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിന്റെ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് n + 1 എന്ന് പറയുന്ന n + 1/2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് n + 1 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാനായിട്ട് n എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ n + 1/2 മറ്റൊരു ഫോർമുലയാകുന്നു, n + 1 മറ്റൊരു ഫോർമുലയാകുന്നു n + 1/2 നാച്ചുറൽ നമ്പേഴ്സിനാണ്, n + 1 ഈവൻ നമ്പേഴ്സിനാണ്, n എന്ന് പറയുന്നത് ഓഡ് നമ്പേഴ്സിനാണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതൊന്ന് വായിച്ച് എൻ്റെ ആൻസർ പറയാം. ഇപ്പോൾ നോക്കൂ, 11നും 50നും ഇടയിലുള്ള ഒറ്റ സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. 11നും 50നും ഇടയ്ക്കുള്ള ഓഡ് നമ്പേഴ്സിന്റെ ആവറേജ്. അപ്പോൾ നമുക്ക് അറിയാം 11നും 50നും ഇടയ്ക്കെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ 11 കഴിഞ്ഞിട്ടുള്ള നമ്പർ എടുക്കണം, പിന്നെ 12 ആണ്, 12 കഴിഞ്ഞിട്ട് 13 എടുക്കണം, അപ്പോഴാണ് ഓഡ് നമ്പർ ആവുള്ളൂ. 50ന് ഇടയ്ക്കുന്ന അപ്പോൾ 49 എടുക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുത്തെ ഫസ്റ്റ് ടൈം ആയിട്ട് 13ഉം ലാസ്റ്റ് ടൈം ആയിട്ട് 49 വരും. അപ്പോൾ 13 + 49/2 ചെയ്യുമ്പോൾ 31 എന്ന് പറയുന്ന ആൻസർ അവിടെ കിട്ടും. ദെൻ 100നും 499നും ഇടയിലുള്ള എണ്ണൽ സംഖ്യയുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവിടെ അങ്ങനെ തന്നെ 101ഉം 498/2 ചെയ്യണം, അപ്പോൾ അതിന്റെ ആൻസർ കിട്ടും. മറ്റൊരു ക്വസ്റ്റൻ ആണ് 50 മുതൽ 150 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ്. അപ്പോൾ 50 മുതൽ 150 വരെ എന്നാണ്, അപ്പോൾ നമുക്ക് 50 കൂടി എടുക്കാം. 50 ഒരു ഈവൻ നമ്പറാണ്, 150 എടുക്കാം, അത് ഈവൻ നമ്പറാണ്. അപ്പോൾ അവിടെ 50 + 150/2 ചെയ്യുമ്പോൾ അവിടുത്തെ ആവറേജും കിട്ടും. ഓക്കെ, ഇനി നമ്മുടെ പറയുകയാണ് 49 മുതൽ 150 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 49 എടുക്കണ്ട, കാരണം 49 ഓഡ് നമ്പറാണ്. അപ്പോൾ നമുക്ക് 50 എടുക്കാം. 50 മുതൽ 150 വരെ എടുത്താൽ 50 + 150/2 100 എന്ന് വരും. ഇതുപോലെ 17 മുതൽ 50 വരെയുള്ള ഈവൻ നമ്പേഴ്സിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 18 എടുക്കാം, പിന്നെ 50 എടുക്കാം. 18 + 50/2 34 വരും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആവറേജ് കാണാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന നമ്പേഴ്സിന്റെ കോമൺ ഡിഫറൻസ് സെയിം ആണ് എങ്കിൽ നമുക്ക് അവിടെ ആവറേജ് കാണാനായിട്ട് a + l/2, അതായത് ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം /2 എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഇനി എണ്ണൽ സംഖ്യ, ഓഡ് സംഖ്യ, ഈവൻ നമ്പർ എന്നൊക്കെ ഉള്ളത് ഫസ്റ്റ് ആദ്യത്തേന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് മറ്റേ സ്പെസിഫിക് ആയിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. എണ്ണാനായി ഉപയോഗിക്കുന്ന സംഖ്യകളെയാണ് എണ്ണൽ സംഖ്യകൾ എന്ന് പറയുന്നത്. എണ്ണൽ സംഖ്യകൾക്ക് പറയുന്ന മറ്റൊരു മലയാളം വാക്കാകുന്നു നിസ്സർഗ സംഖ്യകൾ. എണ്ണൽ സംഖ്യകളെ ഇംഗ്ലീഷിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. എണ്ണൽ സംഖ്യകളാകുന്നു 1, 2, 3, 4, 5 അപ് ടു ഇൻഫിനിറ്റി. അടുത്ത സംഖ്യകളാകുന്നു അഖണ്ഡ സംഖ്യകൾ. അഖണ്ഡ സംഖ്യകളെ ഇംഗ്ലീഷിൽ വോൾ നമ്പേഴ്സ് എന്ന് പറയുന്നു. വോൾ നമ്പേഴ്സ് ആകുന്നു 0, 1, 2, 3, 4, 5. അതായത് എണ്ണൽ സംഖ്യകളുടെ കൂടെ 0 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ വോൾ നമ്പേഴ്സ് എന്ന് പറയാം. അടുത്തതാകുന്നു പൂർണ്ണസംഖ്യകൾ. പൂർണ്ണസംഖ്യകളെ ഇംഗ്ലീഷിൽ ഇൻഡിജേഴ്സ് എന്ന് പറയുന്നു. പൂർണ്ണസംഖ്യകൾ എന്ന് പറയുമ്പോൾ അവിടെ നെഗറ്റീവ് നമ്പേഴ്സും വരും, 0യും വരും, പോസിറ്റീവ് നമ്പേഴ്സും വരും. അതായത് അവിടെ നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടാകും, അതുപോലെ 0 ഉണ്ടാകും, നെഗറ്റീവ് നാച്ചുറൽ നമ്പേഴ്സും ഉണ്ടായിരിക്കും. ഇത്രയും നമ്പേഴ്സ് കൂടി ചേർന്നതിനെയാണ് ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. അവയാകുന്നു -4, -3, -2, -1, 0, 1, 2, 3 അപ് ടു ഇൻഫിനിറ്റി. നെഗറ്റീവിൻ്റെ സൈഡിലേക്കാണെങ്കിലും അപ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി.
ഏത് നമ്പേഴ്സ് ആണെങ്കിലും ഏത് സംഖ്യകളാണെങ്കിലും ഉണ്ടാകുന്നത് ഈ കാണുന്ന 10 നമ്പേഴ്സിലെ ഏതെങ്കിലും നമ്പേഴ്സുകൾ കൂടി ചേർന്നാണ് ഈ ലോകത്തുള്ള എല്ലാ നമ്പേഴ്സും ഉണ്ടാകുന്നത്. ആ 10 അക്കങ്ങളാകുന്നു 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യകളെ ഈവൻ നമ്പേഴ്സ് എന്നും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയാത്ത സംഖ്യകളെ ഓഡ് നമ്പേഴ്സ് എന്നും പറയുന്നു. ഈവൻ നമ്പേഴ്സ് ആകുന്നു 2, 4, 6, 8 അപ് ടു ഇൻഫിനിറ്റി. ഓഡ് നമ്പേഴ്സ് ആകുന്നു 1, 3, 5, 7 അപ് ടു ഇൻഫിനിറ്റി. 1 മുതൽ n വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്, എത്ര ഓഡ് നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് n+1/2 ചെയ്താൽ മതി. 1 മുതൽ n വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ട് എന്ന് കാണാനായിട്ട് n/2 ചെയ്താൽ മതി. ഇനി ക്വസ്റ്റ്യൻ വരുവാണ് 1 മുതൽ n വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ ആ n എന്ന് പറയുന്നത് ഓഡ് നമ്പർ, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ നമുക്ക് ഈവൻ നമ്പർ എത്ര ഉണ്ടെന്ന് കാണണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് n+1/2 നിന്ന് n+1/2 കണ്ടിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. അവിടെ n/2 കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ 1 മുതൽ n വരെ എത്ര ഈവൻ നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു. പക്ഷേ n ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ n+1/2 ചെയ്തിട്ട് അതിൽ നിന്ന് 1 കുറച്ചാൽ മതി. ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആകുന്നു n × n+1/2. ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആകുന്നു n × n+1. ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ ആകുന്നു n². ഇപ്പോൾ ഈ കൊടുത്തിട്ടുള്ള സമ്മാനുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, ഈ ഇക്വേഷനും ആവറേജിൻ്റെ ഇക്വേഷനും തമ്മിൽ മാറിപ്പോകരുത്. ആവറേജ് ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആകുന്നു n+1/2. എന്നാൽ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആകുന്നു n × n+1/2. ആവറേജ് ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആകുന്നു n+1. എന്നാൽ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പേഴ്സ് ആകുന്നു n × n+1. അടുത്തതാകുന്നു ആവറേജ് ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആകുന്നു n. എന്നാൽ സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പേഴ്സിൻ്റെ ഇക്വേഷൻ ആകുന്നു n². അത് മാറിപ്പോകാതെ പഠിച്ചു വയ്ക്കുക. എന്താണ് പ്രൈം നമ്പർ? ഒരു നമ്പറിനെ പ്രൈം നമ്പർ എന്ന് പറയണമെങ്കിൽ ആ നമ്പറിന് ഉണ്ടായിരിക്കേണ്ടത് 2 ക്വാളിറ്റീസ് ആണ്. ഈ 2 ക്വാളിറ്റീസ് ഉള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് പ്രൈം നമ്പർ എന്ന് പറയാം. അത് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ക്വാളിറ്റി ആകുന്നു ആ നമ്പർ എന്ന് പറയുന്നത് ഒന്നിനേക്കാൾ വലുതായ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. ഒന്നിനേക്കാൾ വലുതായ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ 1 കൊണ്ടോ അതേ നമ്പർ കൊണ്ടോ മാത്രമേ സാധിക്കാനും പാടുള്ളൂ. അത്തരത്തിലുള്ള നമ്പേഴ്സിനെയാണ് പ്രൈം നമ്പർ എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ആ നമ്പർ ഒന്നിനേക്കാൾ വലുതായ നാച്ചുറൽ നമ്പർ ആയിരിക്കണം. രണ്ടാമത്തെ ക്വാളിറ്റി ആകുന്നു ആ നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ 1 കൊണ്ടോ അതേ നമ്പർ കൊണ്ടോ മാത്രമായിരിക്കണം സാധിക്കേണ്ടത്. അത്തരത്തിലുള്ള നമ്പേഴ്സിന് പറയുന്ന പേരാകുന്നു പ്രൈം നമ്പർ. എ പ്രൈം നമ്പർ ഈസ് എ നാച്ചുറൽ നമ്പർ ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. അത് ഏതൊക്കെയാണ്? 1 ആൻഡ് ഇറ്റ് സെൽഫ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രൈം നമ്പേഴ്സ് നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഒന്നിനേക്കാൾ വലുതായ നാച്ചുറൽ നമ്പർ ആയിട്ടുള്ള ആ നമ്പർ കൊണ്ടോ അല്ലെങ്കിൽ 1 കൊണ്ടോ മാത്രം ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന പ്രൈം നമ്പറിന് എക്സാമ്പിൾസ് ആകുന്നു 2, 3, 5, 7, 11, 13. ഇതെല്ലാം പ്രൈം നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു. എന്താണ് രാമാനുജൻ നമ്പർ? രാമാനുജൻ നമ്പർ എന്ന് പറയുന്നത് 1729 ആകുന്നു. അതായത് 1729 എന്ന് പറയുന്ന പേരാകുന്നു രാമാനുജൻ നമ്പർ. ഈ നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഈ നമ്പറിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 2 വ്യത്യസ്ത ക്യൂബുകളുടെ സമ്മായിട്ട് 2 വ്യത്യസ്ത രീതികളിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ ആകുന്നു രാമാനുജൻ നമ്പർ. 2 വ്യത്യസ്ത ക്യൂബുകളുടെ സമ്മായിട്ട് 2 വ്യത്യസ്ത രീതികളിൽ എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറയുന്ന പേരാകുന്നു രാമാനുജൻ നമ്പർ. ആ നമ്പർ ആകുന്നു 1729. അതെങ്ങനെയൊക്കെ എഴുതാം? 1729 എന്ന് പറയുന്ന നമ്പറിനെ 12 ക്യൂബ് പ്ലസ് 1 ക്യൂബ് എന്ന് എഴുതാം. അല്ലെങ്കിലോ 10 ക്യൂബ് പ്ലസ് 9 ക്യൂബ് എന്നും എഴുതാം. അപ്പോൾ രാമാനുജൻ നമ്പർ ഒരിക്കലും മറക്കരുത്. 1729 ആകുന്നു രാമാനുജൻ നമ്പർ. 1729. എന്താണ് കോ പ്രൈം നമ്പേഴ്സ്? കോ പ്രൈം നമ്പേഴ്സിനെ മലയാളത്തിൽ സഹ അഭാജ്യ സംഖ്യകൾ എന്നാണ് പറയുന്നത്. എന്താണ് കോ പ്രൈം നമ്പേഴ്സ് എന്ന് നമുക്ക് നോക്കാം. 2 അതിലധികമോ നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആകുന്ന നമ്പേഴ്സിന്റെ പെയറിന് പറയുന്ന പേരാകുന്നു കോ പ്രൈം നമ്പേഴ്സ്. അപ്പോൾ കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അത് നമ്പേഴ്സിന്റെ ഒരു പെയറാണ്. പെയറാകാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ആകാം, അല്ലെങ്കിൽ ക്വാഡ്രപ്പിൾ ആകാം. അത്തരത്തിൽ നമ്പേഴ്സിന്റെ ഒരു പെയറാകുന്നു ഈ കോ പ്രൈം നമ്പേഴ്സ്. ആ പെയറിന്റെ അകത്തുള്ള നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണ്? ആ നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 മാത്രമാണ് വരുള്ളൂ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിട്ട് മാത്രം വരുന്ന തരത്തിലുള്ള നമ്പേഴ്സിന്റെ പെയറിന് പറയുന്ന പേരാകുന്നു കോ പ്രൈം നമ്പേഴ്സ്. അതിന് എക്സാമ്പിൾ ആകുന്നു ഓഡേഡ് പെയർ ഓഫ് 2, 3, ഓഡേഡ് പെയർ ഓഫ് 2, 5, അതുപോലെ ഓഡേഡ് പെയർ ഓഫ് 2, 7, 2, 11, 2, 17. അതുപോലെ ഇത് ട്രിപ്പിൾ ആകാം 4, 9, 25. ഈ 4, 9, 25 ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഇവിടെ 1 മാത്രമേ വരുള്ളൂ. എല്ലാത്തിനെയും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഇവിടെ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആയിട്ട് മാത്രം എഴുതാൻ പറ്റുന്ന തരത്തിലുള്ള നമ്പേഴ്സിന്റെ പെയറിന് പറയുന്ന പേരാകുന്നു കോ പ്രൈം നമ്പേഴ്സ്.
എന്താണ് കോമ്പോസിറ്റ് നമ്പേഴ്സ്? കോമ്പോസിറ്റ് നമ്പേഴ്സിനെ മലയാളത്തിൽ ഭാജ്യസംഖ്യകൾ എന്ന് പറയുന്നു. കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഭാജ്യസംഖ്യകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒന്നിന് മുകളിലുള്ള പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. ഒന്നിന് മുകളിലുള്ള പ്രൈം നമ്പേഴ്സ് അല്ലാത്ത എല്ലാ നാച്ചുറൽ നമ്പേഴ്സിനെയും നമുക്ക് കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയാം. കോമ്പോസിറ്റ് നമ്പേഴ്സിന് എക്സാമ്പിൾസ് ആകുന്നു 4, 6, 8, 9 എക്സെട്ര. ഏറ്റവും ചെറിയ കോമ്പോസിറ്റ് നമ്പർ ആകുന്നു 4.